നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് ബ്ലൗസാണ്, പാർട്ടി വെയർ ബ്ലൗസാണ്. ഇതിനകത്ത് വന്നിട്ട് ഞാൻ പറയട്ടെ, 3XL ഇതിൻ്റെ സ്ക്രീനെ കിടക്കുന്ന കേട്ടിട്ടുള്ളവർ സ്കിപ്പാക്കിക്കോ. ഡെയിലി ബ്ലൗസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഓരോ വീഡിയോയ്ക്ക് ഡെയിലി അല്ല, ഓരോ വീഡിയോ ഇടുമ്പോഴും ബ്ലൗസ് വാങ്ങിക്കുന്നവരുണ്ട്. അവർ കേട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയാം, അവർ കേൾക്കണമെന്നില്ല. അല്ലാത്തവർ കേട്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ. ഞാനത് വീണ്ടും പറയാം. ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഫസ്റ്റ് ടൈമാണ് ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നത്, റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളിത് കേട്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ. ഈ സ്ക്രീനിൽ എഴുതിയേക്കുന്ന അപ് ടു 2XL എന്ന് വരെയാണെങ്കിൽ അപ് ടു 2XL വരെ ഈ ഒരൊറ്റ സൈസ് ബ്ലൗസേ ഇവിടെ ഉള്ളൂ. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് ബ്ലൗസ്. അപ് ടു എന്ന് പറഞ്ഞാൽ 2XL വരെ ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ ബ്ലൗസ് ഉപയോഗിക്കാം. അത് ഈവൻ സ്മോൾ സൈസുകാരാണെങ്കിൽ ചെറുതായിട്ട് സൈഡ് എന്ന് അടിച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. അവനവൻ്റെ സൈസിനനുസരിച്ച് സ്കിൻ ഫിറ്റാണ്, സ്ട്രെച്ച് ആകുന്നതാണ് ഇത്. നമുക്ക് അഥവാ തീരെ മെലിഞ്ഞ കൈ ശരീരപ്രകൃതമൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസിനെ കഴിഞ്ഞ് മുകളിലോട്ടുള്ളവർ എടുക്കാതിരിക്കുക. അത്രയ്ക്ക് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എടുത്തോ. ഇത് കുറച്ച് വലിയും ഉള്ള സൈസിനെ കഴിഞ്ഞും കുറച്ച് വലിയും സ്ട്രെച്ചബിൾ ആണല്ലോ. പക്ഷേ ഒത്തിരി കൈക്ക് വണ്ണമൊക്കെ ലേഡീസിനൊക്കെ മിക്കവർക്കും വലത് കൈക്കും ഇടത് കൈക്കും വണ്ണം കൂടുതൽ, ഷോൾഡർ വണ്ണം കൂടുതൽ, അങ്ങനെയൊക്കെ കാണും. പിന്നെ ഇപ്പോൾ ലാർജ് സൈസുകാരാണെങ്കിലും XL സൈസുകാരാണെങ്കിലും എല്ലാ XL സൈസുകാരുടെ ശരീരപ്രകൃതം ഒരുപോലെ ആയിരിക്കത്തില്ല. പല വ്യത്യാസങ്ങൾ കാണും. അത് നമുക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിന് എന്തായാലും വൺസ് നിങ്ങളിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് നിങ്ങൾ കേട്ടിട്ടേ വാങ്ങിക്കാവൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനമല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നാ പറയുന്നത്, നിങ്ങളുടെ ഇതിൽ വാങ്ങിക്കുക. നമ്മളത് റിട്ടേൺ എടുക്കില്ല. ബ്ലൗസ് മാത്രം നമ്മൾ റിട്ടേൺ എടുക്കില്ല. ആദ്യത്തെ ബ്ലൗസ് ഇതുമായിട്ട് നല്ല സാമ്യതയുള്ള ഒരു മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു വ്യത്യാസമുള്ള ഇവിടെയോട്ട് ഇച്ചിരി വർക്ക് കൂടുതലുണ്ട്. മറ്റേത് ഈ ലീഫ് ഡിസൈൻ മാത്രമേ ഉള്ളായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ ബ്ലൗസ് വീഡിയോയുടെ ഒരു ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ. അത്യാവശ്യം സ്ട്രെച്ച് ഉണ്ട്, ഓവർ സ്ട്രെച്ച് ഇല്ലാത്തതല്ല. പിന്നെ എനിക്കിതിനകത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ ബ്ലൗസ് എന്ന് പറയട്ടെ, ഈ ബ്ലൗസ് ആണെങ്കിൽ തന്നെ ബ്ലൗസുകൾ ഏത് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എല്ലാ ബ്ലൗസിൻ്റെ ഈ സ്ട്രെച്ചിന് വ്യത്യാസമുള്ള ക്വാളിറ്റിയിൽ പല സാധനങ്ങളും നിങ്ങൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് സാധനം. പക്ഷെ അതിൻ്റെ സ്ട്രെച്ചിന് വ്യത്യാസമുണ്ട്. ചിലത് ഭയങ്കര, അതായത് ബലൂണൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്ത് തന്നെ ഇരിക്കും, ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. എന്നുവെച്ചാൽ ഒരു ബനിയൻ മെറ്റീരിയൽ, അതിൻ്റെ ആ ബനിയൻ്റെ ക്വാളിറ്റി അനുസരിച്ച് സ്ട്രെച്ചിന് വ്യത്യാസം വരുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. എല്ലാം ഒരേ സാധനമെന്ന് വിചാരിക്കരുത്. ഡിസൈൻ ഒന്നായിരിക്കും. ഒരെണ്ണം ഉള്ള പല സാധനങ്ങളും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രേപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഷിഫോണിൻ്റെ ഷോൾ എടുത്താൽ തന്നെ എത്ര രൂപയ്ക്ക് കിട്ടും? ഇപ്പോൾ ഒരു വെള്ള ഷോൾ എടുത്തു, ഷിഫോൺ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒരേ റേറ്റ് ആയിരിക്കത്തില്ലല്ലോ. ഒരേ മോഡലിൽ തയ്ച്ചെന്ന് പറഞ്ഞ് എല്ലാം ഒരേ റേറ്റ് ആയിരിക്കത്തില്ലല്ലോ. ആ ക്വാളിറ്റിയിൽ വ്യത്യാസം കാണും. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെ പലരും വീഡിയോ വേറെ ചാനലിൽ അങ്ങനെ കണ്ടു, മറ്റേ ചാനലിൽ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും മറുപടി പറയാനില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന എന്താണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. വാങ്ങിക്കുന്നവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ധാരാളം ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. കണ്ടോ, വൈറ്റ് അല്ലേ, ഓഫ് വൈറ്റ് ആണോ? വൈറ്റ്. അതിൽ കൂടെ ഗോൾഡൻ ഡിസൈൻ. നമുക്ക് ഇനി ഓണം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലൗസ് നമുക്ക്. അടുത്തത് മെറൂണേ. ഇതൊക്കെ നമുക്ക് ഉപയോഗം വരുന്ന എപ്പോഴെന്നറിയോ, കേരള സാരിയുടെ ഇത് വരുമ്പോഴത്തേനും. കണ്ടോ, കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്ന കണ്ടോ. ഇതിങ്ങനെ ഇവിടുത്തേന് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറ അടുത്ത് വരുമ്പോൾ ഇച്ചിരി തിളക്കം കൂടുതൽ തോന്നും. പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ ആ തിളക്കമില്ല കേട്ടോ. ക്യാമറയിൽ ഇവിടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി തിളക്കം കൂടുതൽ തോന്നും. പക്ഷേ ഭയങ്കരമായിട്ടുള്ള തിളക്കം ഇല്ല. വെച്ചാൽ വൃത്തികേടായിട്ടുള്ള ഒരു തിളക്കമില്ല ഇവിടെ. ഭയങ്കര ഏതാണ്ട് സാധനം പിടിപ്പിച്ച് വെച്ച് നമ്മൾ ഇപ്പം ബ്രൈഡൽ വെയർ ഒക്കെ ഇടുമ്പോഴത്തേനും ഭയങ്കര നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മളൊരു ബ്രൈഡിന് തയ്ച്ച് എടുത്തു കഴിയുമ്പോൾ ഇത്ര 10,000 രൂപ കൊടുത്താണ് അങ്ങനത്തെ അത്രയും വർക്ക് ചെയ്യുന്നത്. ആ സ്ഥാനത്താണ് നമുക്ക് അതിന് വ്യത്യാസമുണ്ട്. വർക്കിന് മുമ്പേ ഞാൻ ബ്ലൗസിൻ്റെ വിലയുടെ കാര്യം പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പക്ഷെ പച്ച ബോട്ടിൽ ഗ്രീൻ, ഇതിപ്പോൾ എൻ്റെ
എനിക്കിപ്പം എല്ലിനും എക്സലിനും ഇടയ്ക്കാണ് എൻ്റെ ശരിക്കും കുർത്തിയുടെ സൈസാണ് നോക്കുന്നത്. കുർത്തിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലാർജ് പോരാതാനും എക്സൽ വേണ്ടാതാനും അങ്ങനെ ഒരു സൈസാണ് എൻ്റേത്. അപ്പം എനിക്കിത് ഇങ്ങനെ കറക്റ്റ് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് സ്ട്രെച്ച് വരും. പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിടുമ്പോൾ ഉണ്ടല്ലോ, വലിച്ചിട്ട് ചിലർക്ക് കഴുത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയല്ലാന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ബ്ലൗസ് ഇട്ട് തോന്നിയപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ അത് നമുക്ക് സ്വന്തമായിട്ട് അത് ഇടാൻ പറ്റത്തില്ല. പുറകിൽ നിന്ന് ഒരാളെ കൊണ്ട് ഇങ്ങനെ പിടിച്ചങ്ങ് ഇറക്കിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലൗസ് സ്യൂട്ടാകും. ഇവിടെ ഇറക്കി കഴുത്തിറക്കി കയ്യും കയറി ഈ ബാക്കി ഇറങ്ങുന്നില്ല, ഇവിടെ വന്ന് തട്ടി നിൽക്കുക, ഇവിടെ നിന്ന് താഴോട്ട് വലിച്ചിറക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. വേറെ ആളെ കൊണ്ട് ചെയ്യിക്കണം. കാരണം ഇത് ബനിയൻ്റെ ഒരു ഇതായതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇങ്ങനെ തടങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ അയ്യോ ഇതൊരു കാരണവശാലും എനിക്ക് ഇറങ്ങത്തില്ല എന്ന് തോന്നരുത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാനിതെല്ലാം പരീക്ഷിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബ്ലാക്ക് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗി. ഏത് ഫങ്ഷൻ വെയർ ഐറ്റത്തിനും കൊള്ളാം. പിന്നെ ഇതിൻ്റെന്ന് പറഞ്ഞാൽ സ്കിൻ അങ്ങ് ഭയങ്കര ഫിറ്റായിട്ടൊരു സൈസ് ഒരു സാധനമല്ല, മീൻസ് മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ഡീസൻ്റ് ലുക്ക് തോന്നിക്കും. ഒത്തിരി ഫിറ്റായിട്ട്. അതപ്പോൾ റേറ്റ് കുറഞ്ഞത് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും വരുവേ. ഒരു എന്നാ പറയുക, ബനിയൻ്റെ പല ഐറ്റങ്ങളില്ലേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ബനിയൻ എന്ന് പറഞ്ഞ മെറ്റീരിയലിന് പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. ഇപ്പം നമ്മൾ ജെൻസിൻ്റെ ഒക്കെ ഷർട്ടോ ടീഷർട്ടോ ഒക്കെ 4000 രൂപ 5000 രൂപയുടെ ഒക്കെ ഉണ്ട്. ആ സ്ഥാനത്ത് തന്നെ 400 രൂപയ്ക്കും കിട്ടും. പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം കാണും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ. പിസ്ത ഗ്രീൻ ഒത്തിരി എക്സൽ ഡബിൾ എക്സൽ ആണ്. ഇപ്പോൾ ഒരു ഓവർ വണ്ണമുള്ളവർ എടുക്കരുത്. അത് നിങ്ങൾക്ക് അത് പിന്നെ ഉപയോഗപ്പെട്ടില്ലെങ്കിൽ എന്നോട് പരിഭവം പറയരുത് കേട്ടോ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ പറയുന്നത്, ഇതിന് എന്നാ ബ്ലൂ എന്നാണ് പറയുന്നത്, എനിക്ക് ചില സമയത്ത് കിട്ടത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇച്ചിരി ചില കാര്യങ്ങളിലെല്ലാം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടല്ല കളർ അറിയത്തില്ലാത്ത പീക്കോക്ക് ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ. സ്ക്രീനെ കാണാമല്ലോ. ഇത് പിസ്ത ഗ്രീൻ കേട്ടോ. ഞാൻ ഇതിൻ്റെ സാരി ഉടുത്തത് കാണും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്ത്. ഈ ബ്ലൗസോ സാരിയുടെ കൂടെ ഇട്ടിങ്ങനെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ കളർ ബ്ലൗസും കണ്ട് ഇട്ടെന്ന് തോന്നുന്നല്ലേ അല്ലേ? ആ ബ്ലൗസ് ഏതായിരുന്നു? എന്നിടത്ത സാരി ഏതായിരുന്നു? ഈ കളർ ബ്ലൗസ് ആയിട്ട് ബ്ലൂ അതെ കളർ ബ്ലൗസ് ആയിട്ട്. ആ സാരിയുടെ ആണ് എല്ലാവരും തെറ്റിദ്ധരിച്ചു. സാരിയുടെ വിത്ത് ബ്ലൗസാണ്. അത്ര ക്യാപ്റ്റായിരുന്നു ആ സാരി ബ്ലൗസും കൂടെ. ഒലീവ് ഗ്രീൻ. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ ഇതിന് ബുക്കിംഗ് എടുക്കാൻ പോയിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ മറുപടി കിട്ടിക്കോളൂ. അത് ഓർത്തിതാകണ്ട. റിപ്ലൈ നിങ്ങൾ ബുക്കിങ്ങിന് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച ബുക്ക് ചെയ്താൽ അത് ഇവിടുന്ന് വ്യാഴാഴ്ച ഡെസ്പാച്ച് ആവുള്ളൂ കേട്ടോ. ബുക്ക് ചെയ്യുന്ന ടൈം അനുസരിച്ച് ഡെസ്പാച്ച് ആവുള്ളൂ. പിന്നെ അതുപോലെ എമർജൻസി ആണെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അയക്കാൻ ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ. 100% ഉറപ്പ് പറയുന്നില്ല കേട്ടോ. പിന്നെ ബ്ലൗസിൻ്റെ ബുക്കിംഗ് ആയതുകൊണ്ട് അത് നല്ല അതിൻ്റെ എന്നാ പറയുന്നത്, ബാക്കിലെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നവർ ഇതുവരെ എടുത്തവരെടുത്തോ, എടുക്കാത്തവരറിയത്തില്ല. നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ബ്രാൻഡാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എക്സൽ കറക്റ്റ് ആയിരുന്നു, എനിക്ക് ഇനിയിപ്പോൾ 2XL വേണ്ട, അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ മെസ്സേജസ് വന്ന് കിടക്കുന്നതാണ്. അതിപ്പം നമുക്കിതിനകത്ത് അറിയാൻ പറ്റത്തില്ല. ഞാനിത് സത്യം പറഞ്ഞാൽ ഞാനിത് ഇട്ട് നോക്കിയതാണ്. എനിക്ക് പറ്റും, എൻ്റെ വണ്ണമുള്ളവർക്കും എന്നെയൊക്കെ ഇച്ചിരി വണ്ണമുള്ളവർക്കും പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും അതിനകത്തും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.